ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ BA-ക്കാരുടെ രഹീം കെ ദോഹയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മുൻപേ നമുക്ക് രഹീം ദാസിനെ കുറിച്ചിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1556-ലും അദ്ദേഹത്തിൻ്റെ മൃത്യു സംഭവിച്ചിരിക്കുന്നത് 1627-ലുമാണ്. അദ്ദേഹം ദോഹകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അത് പിന്നീട് രഹീം രചനാവലി, ദോഹാവലിയൊക്കെ ആയിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദോഹകൾ കൂടുതൽ വിഷയമായിരുന്നത് പലതരത്തിലുള്ള നയങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഭക്തി എന്നിവയെക്കുറിച്ചിട്ടൊക്കെയാണ്. അതാണ് ഈ വരിയിൽ എഴുതിയിരിക്കുന്നത്. രഹീം കെ ദോഹോ കെ മുഖ്യ വിഷയ നീതി ശൃംഗാർ തഥാ ഭക്തി ഹെ. ഓക്കെ, അപ്പം നമുക്ക് ദോഹകളിലേക്ക് കിടക്കാം. രഹീമൻ ബിദ ബുദ്ധി നഹി നഹി ധരം ജസ് ദാൻ ഭൂ പർ ജനം വ്യഥാധരെ പശു ബിന പൂജ് ബിഷാൻ. അതായത് ഇതിൽ രഹീംജി പറയുന്നത്, ഒരു വ്യക്തിയായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ വിദ്യ, ബുദ്ധി, ധർമ്മ, യശ്, ദാൻശീലത, ഈ ശീലങ്ങളെല്ലാം നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒന്നാണ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിദ്യ നേടിയെടുക്കേണ്ടതാണ്, നമ്മുടെ ബുദ്ധിനെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ്, ധർമ്മനിഷ്ഠമായിട്ട് വേണം നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ചെയ്യേണ്ടത് എന്നാണ് രഹീംജി പറയുന്നത്. രഹീം कहते हैं कि व्यक्ति के पास विद्या, बुद्धि, धर्म, यश, दानशीलता के गुण नहीं है तो उसका जन्म व्यर्थ है. ഈ ഗുണങ്ങളൊന്നുമില്ല എന്ന് വെച്ചാൽ വ്യക്തി എന്ന രൂപത്തിൽ ജനിച്ചിരിക്കുന്നത് വെറുതെയാണ്, വ്യർത്ഥമാണ് എന്നാണ് പറയുന്നത്. യഹാ പർ രഹീം മാനവീയ ഗുൺ ന ഹോനെ പർ മനുഷ്യ ജന്മ ബേക്കാർ ഹെ ऐसा कहना चाहते हैं और वह धरती पर बोझ है. അതായത് മനുഷ്യൻ്റെ ഗുണങ്ങളാണ് ഇവയെല്ലാം. വിദ്യ നേടുക, ബുദ്ധി നേടുക, യശ് നേടുക എന്ന് വെച്ചാൽ ഫെയിമാണ് ഉദ്ദേശിക്കുന്നത്, ദാനശീലനായിരിക്കുക എന്നത്. അതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ മനുഷ്യജീവൻ ബേക്കാർ, അതായത് വ്യർത്ഥമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ അങ്ങനത്തെ ഒരു ജീവിതമുള്ള ഒരു വ്യക്തി ധർത്തി പർ ബോജ് എന്ന് വെച്ചാൽ ഭാരമാണ്, ഭൂമിയുടെ മേലെ ഭാരമായിട്ടാണ് അവരുടെ ജീവിതം എന്നാണ് പറയുന്നത്. വിദ്യാവിഹീൻ വ്യക്തി ഓർ പശു മേ സിർഫ് പൂഞ്ച് ഓർ സീം കാ ഫർക്ക് ഹോത്താ ഹെ. വിദ്യ ഇല്ലാത്ത വ്യക്തിയും പശുവും തമ്മിലാണ് എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വ്യക്തിക്ക് ടെയിലും ഉണ്ടാവില്ല, കൊമ്പും ഉണ്ടാവില്ല, അത് മാത്രമേ ഉള്ളൂ ഒരു ഡിഫറൻസ് എന്നാണ് രഹീംജി പറയുന്നത്. യാനി ഇസ് വ്യക്തി ബിന പൂഞ്ച് ഓർ സീം കാ പശു ഹോത്താ ഹെ. അതായത് ഈ വ്യക്തി ഒരു കൗവിനെ പോലെയാണ്, പക്ഷേ ഈ കൗവിനൊരു വ്യത്യാസമുണ്ട്, ടെയിലും ഇല്ല, കൊമ്പും ഇല്ല എന്നതാണ് എന്ന് രഹീംജി ഈ ദോഹയിൽ പറയുന്നുണ്ട്. രീതി പ്രീതി സബ്സോ ഭലി ബേർ നഹിത് മിത് ഗോത്ത് രഹിമൻ യഹി ജനം കി ബഹുരി ന സംഗത് ഹോത്ത്. അതായത് ഇവിടെ രീതി പ്രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരോടും നമ്മൾ നല്ല രീതിയിൽ നിൽക്കുക, നല്ല ടേംസിൽ നിൽക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബലി എന്ന് വെച്ചാൽ നല്ലത്. അതുപോലെ ബേർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ശത്രുതയും ഇല്ലാതെ, മനസ്സിലൊരു കളങ്കവും ഇല്ലാതെ അവരോട് നല്ല രീതിയിൽ പെരുമാറുകയാണ് ഈ ഒരു വാക്കിൽ രഹീംജി പറയുന്നത്. इस दोहे द्वारा रहीम कहते हैं कि हमारे बंधुजनों और मित्रों से प्रेम का व्यवहार करना ही अच्छा है. അതായത് നമ്മളുടെ ബന്ധുക്കളോടും നമ്മുടെ ഫ്രണ്ട്സിനോടും നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരിക്കണം നമ്മളുടെ എന്നാണ് രഹീംജി പറയുന്നത്. ഇൻസാൻ കെ റൂപ് മേ ഇസ് बार जन्म मिला है, पता नहीं यह शरीर दोबारा मिले भी या नहीं, इसलिए किसी से भी ശത്രുത करना किसी के लिए लाभकारी नहीं है. അതായത് ഇപ്രാവശ്യം നമുക്ക് മനുഷ്യനായിട്ടുള്ള രീതിയിൽ ഒരു ജന്മം കിട്ടിയിട്ടുണ്ട്, അടുത്തൊരു ജന്മം നമ്മളുടെ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ആരോടും ശത്രുത വെച്ച് പുലർത്താൻ പാടില്ല എന്നാണ് രഹീംജി പറയുന്നത്. പത്താ നഹി അഗ്ലേ ജനം മേ അച്ഛി സംഗതി പ്രാപ്ത് കർണ സംഭവ് ഹോഗ യാ നഹി. നമ്മളുടെ കൂടെയുള്ള ഈ ഫ്രണ്ട്സിൻ്റെ സന്തോഷവും നമ്മളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പും റിലേഷൻഷിപ്പും എല്ലാം ഇതേപോലെ നല്ല ഒരു ടേംസിലായിരിക്കുമോ അടുത്ത ജന്മത്തിൽ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ തന്നെ നല്ല ഫ്രണ്ട്സ് നമുക്ക് കിട്ടുമോ അടുത്ത ജന്മത്തിൽ, അങ്ങനത്തെ നല്ല റിലേറ്റീവ്സ് നമുക്ക് നെക്സ്റ്റ് ഒരു ജീവിതത്തിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ ശത്രുതയില്ലാതെ ജീവിതം നേടിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ദോഹ നോക്കൂ. സദാ നാഗര കൂച്ചിക്ക बाजत आठो जाम रहीमन या जग आई के को करी रहा मुकाम. दोहे द्वारा रहीम मृत्यु जीवन का शाश्वत सत्य है जो किसी को भी कहीं भी किसी समय भी संभवित हो सकती है, यह बतलाना चाहते हैं. ഈ ഒരു ദോഹയിലൂടെ രഹീംജി പറയുന്നത് മൃത്യു എന്നത് നമ്മുടെ ജീവിതത്തിലെ പരമമായിട്ടുള്ള സത്യമാണ്, നമുക്കതിനെ ഇല്ലാതാക്കാൻ പറ്റില്ല. ഈ ഒരു മൃത്യു എന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, ആർക്ക് വേണമെങ്കിലും മൃത്യു സംഭവിക്കാം, ഏത് സമയത്ത് വേണമെങ്കിലും മൃത്യു സംഭവിക്കാം. ആട്ടോ പെഹർ കൂച്ച് കർനെ കാ നഗാഡ ബജ്താ രഹത്താ ഹെ. ആട്ടോ പെഹർ എന്ന് വെച്ചാൽ ഏത് ടൈമും നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും ഓരോരുത്തർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കൂച്ച് കർണ എന്ന് വെച്ചാൽ ജീവിതം വിട്ടു പോകുന്ന, നഗാഡ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രം പോലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ ആ ഇൻസ്ട്രുമെൻ്റ് ഈ മരണത്തിൻ്റെ സൗണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ എപ്പോഴും ഉള്ളതുപോലെ ആ ഇൻസ്ട്രുമെൻ്റ് എപ്പോഴും അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്, അതിൻ്റെ സൗണ്ട് നമുക്ക് എപ്പോഴും കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് മരണം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സത്യമാണ്, അത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാം.
അതിൻ്റെ സൗണ്ട് നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. മരണത്തിൻ്റെ സൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. മരണത്തിനെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് അവിടെ രഹീംജി പറഞ്ഞിരിക്കുന്നത്. ആട്ടോ പെഹർ കൂച്ച് കർനെ കാ നഗാഡ ബജ്താ രഹത്താ ഹെ. എല്ലാ ടൈമും മരണം സംഭവിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് എന്നത് അതിൻ്റെ ഒരു ഇൻറ്റിമേഷൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. യാനി ഹർ വക്ത് മൃത്യു സക്രിയ ഹെ, ആക്റ്റീവാണ് എപ്പോഴും മരണം എന്നത്. കോയി ന കോയി ഹർ സമയം മർ രഹാ ഹെ, എല്ലാ ടൈമിലും ആരെങ്കിലും ഒരാൾ മരിക്കുന്നുണ്ട്. റഹീം കഹത്തെ ഹെ കി ഇസ് നശ്വർ സംസാർ മേ ആക്കർ കോൻ അമർ ഹുവാ ഹെ, ഈ നശ്വരമായിട്ടുള്ള സംസാരത്തിൽ, ഈ ലോകത്തിൽ ആരാണ് അമരനായിട്ട് ജീവിക്കാൻ പോകുന്ന? ആരുമില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യ ജന്മ ലേക്കർ യഹ് സത്യ ഭൂൽ ജാത്താ ഹെ ഓർ ഭോഗോ കെ മായാജാൽ മേ ഫസ്കർ ജീവൻ വ്യർത്ഥ കർത്താ ഹെ. അതായത് മനുഷ്യജന്മത്തിൽ വന്ന ശേഷം മനുഷ്യൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സത്യം, മരണം എന്ന സത്യം മറന്നു പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ലൈഫിലെ പല വേൾഡ്ലി പ്ലഷേഴ്സിൻ്റെ പുറകെ ഓടുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ആ ഒരു മായാജാലത്തിൽ, ഒരു മാജിക്കൽ വേൾഡിൽ മയങ്ങി ജീവിതം വ്യർത്ഥമാക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ദോഹ നോക്കൂ. അമർ ബേലി ബിനു മൂലക്കി പ്രതിപാലത് ഹേ താഹി, രഹിമൻ ऐसे പ്രഭു ഹി തജി ഖോജത് ഫിരഹി കാഹി. അതായത് അമർ ബേലി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആകാശവല്ലി എന്ന് പറയുന്ന ചെടീനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ആകാശവല്ലിക്ക് റൂട്ട്സ് ഇല്ല, അത് മണ്ണിലേക്ക് വളരുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. അമർ ബേൽക്ക് ജഡ് നെഹി ഹോത്തി, റൂട്ട്സ് ഇല്ല എന്നാണ്, അമർ ബേലിൻ്റെ റൂട്ട്സ് ഇല്ല എന്നാണ് വാക്യത്തിൻ്റെ അർത്ഥം. വഹ ബിനാ ജഡ്കെ ഫലത്തെ ഫുൽത്തി ഹെ, അതായത് റൂട്ട്സ് ഇല്ലാതെ തന്നെ അത് കായ്ക്കുകയും പൂക്കുകയും എല്ലാം ചെയ്യുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രഭു യാനി കി ഭഗവാൻ കോ ബിനാ ജഡ് വാലി ഉസ് ലത കാ പാലൻ പോഷൻ കർത്തെ ഹെ, അതായത് ഈശ്വരനാണ് ഈ ഒരു ചെടിയെ നോക്കുന്നത്, അതിനെ വളർത്തിയെടുക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ വാക്യത്തിൻ്റെ അർത്ഥം. ऐसे പ്രഭു കോ ചോഡ്കർ അപ്നി രക്ഷാ കെ ലിയെ കിസി ഓർ കോ ഖോജ്ന വ്യർത്ഥ ഹെ, ഇങ്ങനത്തെ ഒരു ഈശ്വരനെ വിട്ട് വേറെ ആരുടെയെങ്കിലും അടുത്ത് നമ്മൾ പ്രൊട്ടക്ഷനായിട്ട് പോകുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് വ്യർത്ഥമാണ് എന്നാണ് രഹീംജി പറയുന്നത്. അപ്പം ഒരു റൂട്ട് പോലും ഇല്ലാത്ത ഒരു പ്ലാന്റിനെ നോക്കി വളർത്തുന്ന ഈശ്വരൻ്റെ അടുത്തല്ലേ നമ്മൾ പോകേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ റൂട്ട്സ് ഇല്ലാത്ത പ്ലാന്റ് കൊണ്ട് ഈശ്വരനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈശ്വരൻ എന്നത് നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലാണ്. നമ്മളുടെ ഉള്ളിലുള്ള ദൈവത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി, അതിൽ വിശ്വസിച്ചാൽ മതി എന്നാണ് രഹീംജി ഇതിലൂടെ പറയുന്നത്. ബിനാ ജഡ് കി ഇസ് ലത കെ റൂപ് മേ ഭഗവാൻ കോ അർത്ഥ കർത്തെ ഹെ രഹീംജി ജോ ഹമാരെ അന്തർ ഹി ഹെ, നമ്മളുടെ ഉള്ളിലുള്ള ഈശ്വരനെ തിരിച്ചറിയാനാണ് രഹീംജി പറയുന്നത്. ജിസ് പർ ഹമേഷ ഹമേ വിശ്വാസ് രഖ്നാ ചാഹിയെ, നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരൻ്റെ ആ ഒരു ഫിഗറിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ജെ സുൽഗെ തേ ബുജി ഗയെ ബുझे ते സുൽഗേ നാഹി, രഹിമൻ ദാഹെ പ്രേം കെ ബുझി ബുझി കെ സുൽഗേ. അതായത് സുലഗ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ തീ പിടിച്ച് അങ്ങനെ നിൽക്കുന്ന ആ ഒരു അവസ്ഥേനെയാണ് സുലഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇസ് ദോഹെ മേ രഹീം കഹത്തെ ഹെ കി ലക്കടി ആഗ് മേ ജൽക്കർ ബുജാത്തി ഹെ, അതായത് നമുക്കറിയാം ലക്കടി എന്ന് വെച്ചാൽ വുഡാണ്. അപ്പം വിറക് ആയിട്ടുള്ള ലക്കടി നമ്മൾ തീ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കുറേ നേരം കഴിഞ്ഞാൽ കെട്ടുപോകും, അല്ലെങ്കിൽ അതിൻ്റെ തീനാളങ്ങൾ അത് കത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കെട്ടുപോകും ആ തീയെ. പക്ഷേ അത് പിന്നീട് അതിൽ നിന്ന് തീ പിന്നീട് ഉണ്ടാവില്ല എന്നാണ് ഫസ്റ്റ് വരിയുടെ അർത്ഥം. പർ ഫിർ ബുജ്കർ സുലഗ്തി നഹി, പ്രേം കി ആഗ് ബുझ ജാനെ കെ ബാദ് ഭി ഫിർ സെ സുലഗ് ജാത്തി ഹെ, പ്രഭു സെ പ്രേം കി അഗ്നി മേ ഹി ഭക്ത് സുലഗ്തെ ഹെ. അതായത് പ്രേമത്തിൻ്റെ തീനാളം മനസ്സിൽ കെട്ടുപോയി കഴിഞ്ഞാലും പിന്നെയും കത്തിവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈശ്വരനോടുള്ള ഭക്തിയെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഭക്തി, ആ പ്രേമഭാവന ആ ഫയറിലാണ്, ആ അഗ്നിയിലാണ് ഭക്തൻ എപ്പോഴും നിൽക്കുന്നത് എന്നാണ് ഈ വരിയിലെ അർത്ഥം വരുന്നത്. ആ ഭക്തൻ്റെ ജീവിതം ഈ ഒരു പ്രേമാഗ്നിയിലാണ് നന്നാവുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് രഹീംജി ഈ ഒരു ദോഹയിലൂടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സജഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.